നിലപാടുമാണ് പ്രശ്നം. അത് തിരുത്താനാണ്. അതിന് അദ്ദേഹത്തെ മാൻ ഹാൻഡിൽ ചെയ്യാന്നുള്ളതല്ല, അദ്ദേഹത്തിന് എന്തെങ്കിലും സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ടാവുക എന്നുള്ളതല്ല. അദ്ദേഹം ഉൾപ്പെടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്. അതൊരിക്കലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അല്ല, ഞങ്ങൾ വിടില്ല എന്നല്ല, അത് പോലീസ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളെ പ്രതിഷേധം അറിയിക്കും. അതെ, ഞങ്ങൾ പ്രതിഷേധം അറിയിക്കാനാണ് നിൽക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതിലൊരു മാറ്റവും ഇല്ല. പോലീസ് ഇപ്പോൾ നിങ്ങൾ SFI പ്രവർത്തകർക്ക് നേരെ ബലപ്രയോഗം നടത്തി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമൊക്കെ ഉണ്ടായി. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലപ്രയോഗം നടന്നിട്ടുണ്ടോ? അല്ല, പോലീസിന്റെ പണിയെടുക്കുമല്ലോ, അവരെടുക്കണം. ഞങ്ങളുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരു വിട്ടുവീഴ്ചയില്ല. ഈ സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചിരുന്നു ഈ പരിപാടി നടത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചിരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെ ഒരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്തതായിട്ട് അല്ല, അങ്ങനെ നിങ്ങൾ കേട്ട പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു റെക്കോർഡിക്കലായിട്ടുള്ള ഒന്നും എന്റെ കയ്യിലില്ല. നിങ്ങൾ കേട്ട പോലെ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗവർണർ വരുന്നില്ല എന്നുകൂടി നിങ്ങൾ അറിഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാം പെട്ടെന്ന് അദ്ദേഹം കയറി വരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ആ തെറ്റായ നടപടി ഇപ്പോൾ ആ പരിപാടിയിൽ പങ്കെടുത്ത് ഭരണഘടന പദവി വഹിക്കുന്ന ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധത, അതിനെതിരെ ശക്തമായ സമരം ഉണ്ടാവും. അതുപോലെ രാജ്ഭവൻ രജിസ്ട്രാറുമായി പല പ്രാവശ്യം സംസാരിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അത്തരം ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം വന്നതെന്ന് അറിയുന്നു. അത്തരം ചർച്ചകൾ നടന്നിരുന്നു രജിസ്ട്രാറുമായി? രജിസ്റ്റർ ഞങ്ങളോട് ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതുമായിട്ട് വിയോജിപ്പ് അവിടെ അറിയിച്ചിട്ടുണ്ട്. ഗവർണർ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നിങ്ങൾ സർവകലാശാലയുടെ നിലപാടിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, സർവകലാശാല സ്വാഭാവികമായിട്ടും ഈ സർവകലാശാലയുടെ നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കണം, രാജ്യത്തിന്റെ നിയമം ഉയർത്തിപ്പിടിക്കണം. ആ ഉയർത്തിപ്പിടിക്കുന്നില്ല എങ്കിൽ അത് തെറ്റായ നിലപാടാണ്. അത് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നിട്ടുള്ളത് ഗവർണറാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. VC അദ്ദേഹത്തിന്റെ പേര് മോഹൻ കുന്നുമൻ എന്നല്ലേ, പെരുമാറിയിട്ടൊന്നുമില്ലല്ലോ. ഒന്നാം തരം RSS ആണ്. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചന, ഈ പരിപാടിയുടെ വേദി ഇവിടെ ആക്കുന്നതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഗവർണർമാർ ഇങ്ങോട്ട് വരുന്നത് തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയല്ലേ? അവർ വരുന്നത് തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. പല വിധത്തിലായിട്ട് ഇപ്പോൾ കേരളത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ RSS BJP ഇടപെടലുകളൊക്കെയും ഈ തരത്തിലുള്ള ഗൂഢാലോചനകളുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതിന്റെ തുടർച്ചയാണിത്, മറ്റൊന്നുമല്ല. ഇത് പുതുതായി തുടങ്ങിയൊന്നുമല്ല. കേന്ദ്രാവസ്ഥക്കെതിരെ ഈ പത്മനാഭ സേവാ സമിതി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന് സർവകലാശാലയ്ക്കുള്ളിൽ തന്നെ ആ വേദി അവർ കാശ് കൊടുത്ത് വാങ്ങുന്നു, അവിടേക്ക് ഗവർണറെ കൊണ്ടെത്തിക്കുന്നു. ഈ സംഘർഷ സാഹചര്യമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയല്ല ഇതും ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ടും അവരുടെ ഉദ്ദേശം അത് തന്നെയായിരിക്കാം. പോളറൈസേഷന് വേണ്ടിയുള്ള ശ്രമം കേരളത്തിലുടനീളം നടന്നു തുടങ്ങി. ഭാരതാംബ എന്ന് പറയുന്ന ഒരു പുതിയ സിംബലിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിനെങ്ങനെയാണ് രാഷ്ട്രീയമായി ഇത്തരത്തിലുള്ള പ്രതിഷേധം അതൊരു വിപരീത ഫലം ഉണ്ടാകും? അല്ല, ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്നുള്ളതാണ്. അത് ഏതെങ്കിലും വിധത്തിൽ മതചിഹ്നങ്ങളോ ഏതെങ്കിലും വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള അത് ഭരണഘടനയിലുള്ളതാണ്. അത്തരത്തിലുള്ള പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന സംഘടനകളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അല്ലാതെ അതിനെതിരെ സംസാരിക്കുന്ന ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണോ മോശക്കാർ? ഈ ചോദ്യം വ്യക്തമല്ലേ, സുവ്യക്തമല്ലേ? ഇതിന് എവിടെയും മറുപടിയില്ല. തുടർ പ്രതിഷേധങ്ങൾ ഏത് വിധത്തിലായിരിക്കും? അല്ല, ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ശക്തമായി നിലകൊള്ളും. ഇതേ നിലപാട് തന്നെയാണ് ഗവർണർ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും മുന്നോട്ടേക്ക് ശക്തമായ സമരം ഉണ്ടാവും. ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാകട്ടെ എന്നുള്ള തരത്തിലല്ലേ കാര്യങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്നുള്ള നിലപാടിലൂടെ? അതെ, ഞങ്ങളിവിടെ പ്രതിഷേധിക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ടും അതിൽ ഭരണഘടനാ വിരുദ്ധത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആദ്യം വരുന്നില്ല എന്ന് അറിയിച്ചതിന് ശേഷം പിന്നീട് പെട്ടെന്ന് നിലപാട് മാറ്റി വരികയാണ് ചെയ്തുള്ളത്. അത് സ്വാഭാവികമായിട്ടും ഇവിടെ പ്രശ്നം ഉണ്ടാവട്ടെ എന്ന നില തന്നെയാണ്. ഞങ്ങളും പോലീസുമായി എന്തെങ്കിലും ഏറ്റുമുട്ടൽ ഉണ്ടാകണം ആ നിലയിലുള്ളൊക്കെയാണ് കഴിഞ്ഞ ഗവർണർ ചെയ്തല്ലോ. സ്വാഭാവിക പോലീസിനെതിരല്ല, മറിച്ച് സർവകലാശാല അധികൃതരും പ്രത്യേകിച്ച് VC ഉൾപ്പെടെയുള്ളവർ ഇതിന് അനുമതി നൽകുന്നതിലും ഈ പരിപാടി മുന്നോട്ട് പോകുന്നതിലും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കെതിരെ ഒരു പ്രതിഷേധം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാൻ കഴിയും. കേരളത്തിലെ ഈ സംഘപരിവാർ VC-മാർക്കെതിരെ നിരന്തര സമരത്തിലാണ് SFI നടക്കുന്നത്. സർവകലാശാലകൾ എല്ലാ ആ ഇഷ്യൂ ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് സമരത്തിൽ തന്നെയാണ്. മോഹൻ കുന്നുമൽ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരം ഉണ്ടാവും. ആ നിലയിലുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും. അതിൽ നിന്നൊരു ഇഞ്ച് പുറകോട്ട് പോവില്ല. ഏതായാലും സർവകലാശാല സെനറ്റ് ഹാളിന് പുറത്ത് സർവകലാശാല ക്യാമ്പസിനകത്ത് SFI പ്രവർത്തകർ തമ്പടിച്ചിരിക്കുകയാണ്. ഗവർണർ ഈ പരിപാടിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തെ പ്രതിഷേധം അറിയിക്കും. ഇപ്പോൾ കടന്നു വന്ന വഴിയിൽ അദ്ദേഹം കണ്ട പ്രതിഷേധം അത് വീണ്ടും ആവർത്തിക്കും എന്ന് തന്നെയാണ് SFI പ്രവർത്തകരുടെ നിലപാട്. ഇപ്പോൾ സെനറ്റ് ഹാളിനകത്ത് പരിപാടികൾ തുടരുകയാണ്.